Of Jesus Christ, we come to your presence, Daddy. Hallelujah. We praise you, Jesus. Hallelujah. Papa, you are our light, you are our cover, you are our glory. Papa, you are our goodness, you are our hiding place, Papa. Oh, you are our protector. You are worthy, Daddy. Kudalaba, shakalaba. Oh, beautiful Jesus, wonderful Jesus. We love you, Jesus. Oh, Rimalabara, shakaralaba, ritaralaba. Everlasting Father. Daddy, oh God of light, God of peace, God of wonders and miracles, Papa, we praise you. You are the God of all comfort, Papa. Oh, you are our lifter. Hallelujah. Papa, you are our comfort. You are our crown of glory. Sweet Jesus, Papa, we love you. We love you. Hallelujah. അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തുകയാണപ്പ. Hallelujah. Oh, കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. We give all honor and praise to you, Daddy. We worship you, Papa. കർത്താവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോട് സ്തുതിക്കുന്നു, അപ്പ, സ്തോത്രം ചെയ്യുന്നു. Hallelujah. ഓ, ഈ മാസത്തിന്റെ 9ാമത്തെ ദിവസം രാത്രി കർത്താവേ, അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ അപ്പ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകളെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അപ്പ, സ്തോത്രം ചെയ്യുന്നു. Hallelujah. അങ്ങ് നല്ല ഇടയനായി ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ അപ്പ. അങ്ങ് ഞങ്ങളുടെ Hallelujah പൊന്നുകാരെ ഞങ്ങളെ പിടിച്ചുകൊണ്ട് കൊള്ളുന്നത് അത്രേ അപ്പ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞത് Hallelujah ദൈവ സ്ഥാനത്തിൽ ഓരോ നിമിഷവും ഞങ്ങളെ നടത്തിയ ദൈവത്തിന്റെ കൃപ. Thank you, Jesus, for all the provisions, all the grace, for this presence, Daddy. Your strength, Daddy. Oh, you take over this meeting. Hallelujah. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ ശുശ്രൂഷ ചെയ്താട്ടെ. കഴിഞ്ഞ മീറ്റിംഗ്സ് എല്ലാം അനേകർക്ക് അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാവ് തീർത്തല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു. Hallelujah. Thank you, Jesus, for this wonderful supernatural 7th month, Daddy. അനേകം വാതിലുകൾ കർത്താവ് തുറക്കുന്ന മാസമാണല്ലോ. അടഞ്ഞു കിടന്ന വാതിലുകൾ കർത്താവ് ഈ മാസം അങ്ങ് തുറക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. There is no one else like you, Papa. Your mercy endures forever. Hallelujah. Forever we worship you. We worship you, Daddy. You're good. You're our friend. You're sweet. How sweet are your words, Papa. Oh, you gave your life for us, Daddy. You redeemed us with your blood, Daddy. Oh, ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്ത ദൈവത്തിന്റെ എല്ലാ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിത്തെ മീറ്റിങ്ങിനെ അപ്പന്റെ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പ, അങ്ങയുടെ ശ്രേഷ്ഠദാസൻ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. കർത്താവേ, ധനേഷ് പാസ്റ്ററെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് രാത്രി ശക്തിയോട് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളുടെ ദാസനെ ശക്തമായി പരിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. ഓ, ഇന്ന് കടന്നു വരുന്നവരെല്ലാം പരിശുദ്ധാത്മാവ് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ അനോയിന്റ്മെന്റിനാൽ ഇന്ന് രാത്രി നിറയ്ക്കുന്നതിനായി സ്തോത്രം. ചില വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. ചില കെട്ടുകൾ അഴിയുന്നതിനായി സ്തോത്രം. ചില ആരോഗ്യ മേഖലകളിൽ കർത്താവ് ചില വിടുതലുകൾ ഇന്ന് രാത്രി കൽപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ സമാധാനത്താൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അടിയനെയും കുഞ്ഞിനെയും യേശു രക്തം മറയ്ക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ യേശു ക്രിസ്തു രക്തം മറയ്ക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തോത്രം. Let the
river of life flow. Hallelujah, flow to all the devices, Daddy. ഞങ്ങൾ നിലച്ചതിലും അത്യന്തപരമായി ഞങ്ങൾ പ്രാർത്ഥിച്ചതിലും ഞങ്ങൾ ചോദിച്ചതിലും ഓ ഞങ്ങൾ നിലച്ചതുപോലും അല്ലാത്ത വാതിലുകൾ കർത്താവ് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ക്യാൻസർ രോഗികളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അപ്പാ, സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പാ, ദൈവത്തിന്റെ അടിപ്പാടുള്ള കരം തൊട്ട് സിസ്റ്ററെ അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ, അത്ഭുത സാക്ഷിയായി ദൈവം നിർത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിഷയത്തിന് മേൽ കർത്താവ് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. രോഗാവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഫിസിയോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുവാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ അഭിഷേകം എല്ലാ സെൽസിലേക്കും എല്ലാ ഞരമ്പുകളിലേക്കും എല്ലാ ഒഴുകട്ട് കർത്താവേ. ഉച്ച മുതൽ ഉള്ളക്കാല് വരെ ഒഴുകട്ട് കർത്താവേ. അങ്ങ് ശക്തി കൊടുത്താട്ട്, അങ്ങ് ബലം കൊടുത്താട്ട്. ഞങ്ങൾ ഓരോരുത്തരെയും വിഷയങ്ങൾ അപ്പൻ അറിയുന്നു അപ്പാ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കായി സ്തോത്രം. ഓ അങ്ങ് ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിലത് രാത്രി കൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം അപ്പാ. ഓ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചേർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും കർത്താവേ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും കർത്താവേ ഞങ്ങളുടെ മീറ്റിങ്ങിനകത്തോ ചേർച്ചിനകത്തോ ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നെങ്കിൽ അപ്പാ അങ്ങ് അവരെ സൗഖ്യമാക്കണം, മുറിവുകളെ കെട്ടണം, ദൈവ സാന്നിധ്യാൽ നിറയ്ക്കണം. ഓ ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ യാചനയെ അപ്പച്ചക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഹല്ലേലൂയ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ വിടുതലിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. ഓ റീഖാലബസ്യ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മൾ കാണാൻ പോവുക. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവപിതാവേ എന്നോട് താതന്നി ദൂതന്മാരാപ്പകൽ വായ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുമ്പിൽ നേരം എന്നും എന്നും നീ ആരാധ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുമ്പിൽ നേരം എന്നും എന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം.
എന്നും എന്നും നീ ആരാധ്യനാം, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം, ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാരെന്നും നീ യോഗ്യനാം. ഹല്ലേലൂയ. നമുക്ക് സ്തുതിപ്പാൻ യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. സ്തുതിക്ക് സ്തോത്രത്തിന് യോഗ്യനായ ഇന്ന് രാത്രി നമ്മൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വാഴ്ത്തുവാൻ, നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കുവാൻ യേശു മാത്രം യോഗ്യൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ മറ്റൊന്നിനെയും ആരാധിക്കുന്നത് ദൈവവചന പ്രകാരം അല്ല. ഹല്ലേലൂയ. യോഗ്യനായ കർത്താവ് യേശു കർത്താവ് മാത്രമാണ് നമ്മളെ വീണ്ടെടുത്തത്, നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായത്. ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇന്റർസെസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലെ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനാണ്. എറ്റേണൽ ലൈഫ് നമുക്ക് തന്ന കർത്താവ്, സുവിശേഷത്താൽ നമുക്ക് നിത്യജീവന്റെ വാതിലുകളെ തുറന്ന കർത്താവ്, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്ന ദൈവം. സ്വർഗത്തെ ദൂതന്മാർ രാപ്പകൽ കർത്താവിനെ വാഴ്ത്തിടുന്നു. നമുക്കും ദൈവത്തെ നദിയോട് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്ക് വേഗം ഒരു വചനം ധ്യാനിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1:4 പറയുന്നു, അവരിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ ആദാമിനെയും ഔവയെയും സൃഷ്ടിക്കുന്നതിന് മുന്നേ കർത്താവ് ഒരു വലിയ ഏദൻ തോട്ടം ഉണ്ടാക്കി. ഹല്ലേലൂയ. അവർക്ക് 2 വൃക്ഷം അവിടെ കൊടുത്തു. ഹല്ലേലൂയ. അവർക്ക് ജീവവൃക്ഷത്തിന്റെ ജീവവൃക്ഷവും നന്മ തിന്മകളുടെ വൃക്ഷവും കൊടുത്തു. ഹല്ലേലൂയ. ആ വൃക്ഷത്തിന്റെ 2 വൃക്ഷങ്ങൾ അവർക്ക് കൊടുത്തപ്പോൾ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം അവരോട് തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിച്ചു. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഹല്ലേലൂയ ആദ്യം സൃഷ്ടിച്ച ആദാമും ഔവയും പുറത്തുപോയി. ഹല്ലേലൂയ. ശത്രുവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഇവർ അവിടെ ഹല്ലേലൂയ പാർത്തിരുന്നെങ്കിൽ ദൈവത്തിന്റെ സകല അധികാരവും അവരുടെ മേൽ ഹല്ലേലൂയ കൈമാറപ്പെടുമെന്നും അവർ ഈ ഭൂമിയെ വാഴുമെന്നും. ഹല്ലേലൂയ. അതുപോലെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾക്ക് ദൈവം 2 തരം ജീവിതങ്ങളെയാണ് തന്നിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ നന്മയും തിന്മയും ചീത്തയും വിലയിരുത്തി ജഡത്താൽ നയിക്കപ്പെടുന്ന അങ്ങനെ 2 ജീവിതം. ഹല്ലേലൂയ. നമുക്കറിയാം, ഹവ്വ അവിടെ ഹല്ലേലൂയ ദൈവ തേജസ് കൊണ്ട് ഇവർ കവർ ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹവ്വ ശത്രു അവരെ ടെംപ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ അവളുടെ ആത്മാവിന് പകരം അവളുടെ മനസ്സിനെയാണ് അവിടെ ഉപയോഗിച്ചത്. നമ്മൾ ഈ വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണാം. എന്തായിരുന്നു അതിന്റെ ഫലം? അവർ നഗ്നരാണെന്ന് അവർക്ക് അറിയുവാൻ ഇടവന്നു. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടണം, ആത്മാവിനെ ആശ്രയിക്കണമെന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. തനിക്ക് തന്നെ നമ്മുടെ ഫ്ലഷിന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ഹല്ലേലൂയ നമുക്ക് സ്വയം തോന്നും നമ്മൾ വലിയ ജ്ഞാനികളാണ്,
നമുക്ക് ചിന്തകൾ, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും എന്നൊക്കെ നമ്മുടെ ഫ്ലഷിൽ നമ്മൾ തോന്നിക്കുമെങ്കിലും ആ വഴി നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങൾ 20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പാതയെ നയിക്കുവാനുള്ള ദൈവത്തിന്റെ ദീപമാണ് നിങ്ങളുടെ ആത്മാവ്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവ്, ഡെഡായിരുന്ന ആത്മാവ് ലൈവായി കർത്താവുമായി, ദൈവവുമായി, പരിശുദ്ധാത്മാവുമായി കണക്റ്റഡായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെട്ടു. ഹല്ലേലൂയ. ആ ആത്മാവ് പറയുന്നത് നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ ആത്മാവിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. ആത്മാവ് നടത്തുന്ന വഴികളിലൂടെ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, അഭിഷേകത്താൽ ഹല്ലേലൂയ മുഖത്തെ തകർക്കുവാൻ കഴിയും, ഏത് ശത്രുവിന്റെ കെട്ടുകളെയും അഴിക്കുവാൻ കഴിയും. ഞാൻ വേഗം നിങ്ങളെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 7-ാം അധ്യായത്തിന്റെ മാർക്കോസിന്റെ 7-ന്റെ 34, 32 മുതൽ വായിക്കാം. ഹല്ലേലൂയ. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു, അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. 35-ാം വാക്യം. ഉടനെ അവന്റെ ചെവി തുറന്ന് നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. നമ്മുടെ ആത്മമണ്ഡലത്തിലാണോ, നമ്മുടെ ഏത് മേഖലകളിലാണോ നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്, നമ്മൾ സ്റ്റക്കായിരിക്കുന്നത്, ആ കെട്ടഴിക്കാൻ ദൈവത്തിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ ഹല്ലേലൂയ ആക്ച്വലി ആ ഒരു സ്പിരിറ്റ് മണ്ഡലം ഉണ്ടായിരുന്നു. ആ ചെകിടനും അവൻ ചെകിടനാണെന്ന് പറഞ്ഞ് ചെവി കേൾക്കാൻ കഴിയത്തില്ല, അതുപോലെ അവന് സംസാരിക്കുവാനും കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആ അവന്റെ പിന്നിലുള്ള ആ ഡാർക്ക് പവേഴ്സിന്റെ ആ മണ്ഡലത്തെ കർത്താവ് ശാസിച്ചു. ഹല്ലേലൂയ. ആ അവന്റെ നന്മയെ സ്വർഗത്തിലെ കർത്താവ് തുറക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ്? ഹല്ലേലൂയ. സ്വർഗത്തേക്ക് നോക്കി കർത്താവ് പറയുകയാണ്, തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചെവിയും തുറന്നു വന്നു, അവന്റെ നാവിന്റെ കെട്ടും അഴിഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഹല്ലേലൂയ ഒരു പക്ഷേ പറയുന്നുണ്ടായിരിക്കും, ഹല്ലേലൂയ അനേക നാളുകളായി ഞാൻ ചില വിഷയത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ചില കെട്ടുകൾക്കുള്ളിലാണ്, എനിക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല, എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയുന്നില്ല, ഹല്ലേലൂയ ആത്മീയമായി ഒന്ന് ഉയർന്നു വരുവാൻ കഴിയുന്നില്ല, ഹല്ലേലൂയ എനിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല, അനേകർ പ്രാർത്ഥിച്ചു എനിക്ക് വിടുതലില്ല, ഹല്ലേലൂയ സാമ്പത്തിക മേഖലകളിൽ ഹല്ലേലൂയ എനിക്ക് തുറന്നു വരേണ്ട വാതിലുകൾ ഹല്ലേലൂയ പലപ്പോഴും അത് അടയുകയാണ്. ഹല്ലേലൂയ അത് തുറന്നു വരുന്നില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരോട് ഇന്ന് കർത്താവ് പറയാണ്, ഹല്ലേലൂയ കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ഇന്ന് ഈ വചനം ഞാൻ എടുക്കാൻ കാര്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണിത്. ഹല്ലേലൂയ. റെവലേഷൻ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഏത് മേഖലകളിലാണ് ഹല്ലേലൂയ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരികാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ്, നമുക്കറിയാം ശീലാസും പത്രോസും ഹല്ലേലൂയ അവരെ കാരാഗൃഹത്തിലിട്ട് പൂട്ടി, ഹല്ലേലൂയ താക്കോലും ആ കാവൽക്കാർ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ അവിടെ ദൂതൻ ഇറങ്ങി, ഹല്ലേലൂയ ആ കാരാഗൃഹത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നതുപോലെ നമ്മൾ ഏതെങ്കിലും ഹല്ലേലൂയ കെട്ടുകൾക്കകത്താണോ നമ്മൾ പുറത്തു വരാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നത്
പെട്ടിരിക്കുകയാണോ, ആ വിഷയത്തിന്റെ നടുവിൽ സ്റ്റക്കായിരിക്കുവാണോ, പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയാണ് ആ വിഷയത്തെ നോക്കി നീ എഫ്ഫത എന്ന് പറയുക. നിന്റെ അഭിഷേകത്തിൽ നിന്ന് പറയുന്ന ഒരു വാക്ക് ഹല്ലേലൂയ, റീമാലബ ശന്തരലബ, ആ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഓ റീമാലബ ശന്തരലബ റീഖലബ. നമുക്കറിയാം പത്രോസ് വള്ളവും വലയും എല്ലാം ഇട്ട് യേശു കർത്താവിന്റെ പുറകെ പോയി. ഹല്ലേലൂയ. അപ്പൊ ചുറ്റും നിന്നവരൊക്കെ പറഞ്ഞു, ആ പത്രോസേ നീ അനുഭവിക്കും, നീ ഇത്രയും നാളും നീ ജീവിച്ചത് ഹല്ലേലൂയ എന്താ പറയാ വലയും ഇങ്ങനെ മീനൊക്കെ പിടിച്ച് നല്ല സന്തോഷമായി ജീവിച്ചിരുന്നാണ്. ഇപ്പൊ ഇതെല്ലാം വള്ളവും വലയും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പത്രോസ് ഇപ്പൊ എന്താ യേശു കർത്താവിന്റെ പുറകെ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഈ യേശു കർത്താവിന്റെ പത്രോസിന്റെ അടുക്കല് ചുങ്കം പിടിക്കാനായിട്ട് ആൾക്കാർ വന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് നമ്മള് സ്വന്തമായിട്ട് വീടുള്ളവർക്കറിയാം, ലാൻഡ് ഉള്ളവർക്കറിയാം, നമുക്ക് കരം അടയ്ക്കണം, നമുക്ക് ടാക്സ് അടയ്ക്കണം, വെൽത്ത് ടാക്സ് ഉണ്ട്, ലാൻഡ് ടാക്സ് ഉണ്ട്, അങ്ങനെ കുറെ ടാക്സ് ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ആക്ച്വലി വ്യക്തികൾക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു. കുടാരഗതികസ്യ എന്ന് വെച്ചാൽ 20 വയസ്സ് കഴിഞ്ഞവർ ടാക്സ് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം റോമ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വ്യക്തികൾക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു. അപ്പൊ അന്ന് യേശു കർത്താവും പത്രോസ്, നമുക്കറിയാം 12 ശിഷ്യന്മാർ യേശു കർത്താവിന് ഉണ്ടായിരുന്നു. ഈ 2 പേർക്ക് വേണ്ടി മാത്രമാണ് യേശു കർത്താവ് പറഞ്ഞു, നീ പോയി എന്താ പറയാ വലയിൽ ചൂണ്ടയിടുക, ആദ്യം പിടിക്കുന്ന മീനിന്റെ ഉള്ളില് ചതുർദ്രഹ്മ പണം, നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ക്യാഷ് ആ മീനിന്റെ ഉള്ളിൽ കാണുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ദൈവങ്ങളെ, നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യങ്ങളുടെ സമയത്ത് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ഹല്ലേലൂയ ശന്തരവെ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു കർത്താവാണ്. എന്റെ കർത്താവ് ഓൾറെഡി നമ്മളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഓൾറെഡി സ്പിരിറ്റ് തലത്തില് ഓൾറെഡി അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓൾറെഡി വി ആർ ബ്ലെസ്ഡ് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി. സ്പിരിറ്റുലത്തിൽ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ അഭിഷേകത്താൽ കുടാരക സന്തരവേ അതിനെ നമ്മൾ എടുക്കണം. കുടാരക ദിഗസ്യ. ഇവിടെ എന്താണ് കർത്താവ് കൽപ്പിച്ചു, കർത്താവിന്റെ വാക്കിനാൽ പത്രോസ് പോയി ഹല്ലേലൂയ ഓ റീമാലബ ശന്തരബ ചൂണ്ടയിട്ടു. ആദ്യം പിടിച്ച മീനിലെ തന്നെ നമുക്കറിയാം പത്രോസ് ഏറ്റവും വലിയൊരു മുക്കുവനാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് മീൻ പിടിക്കുക എല്ലാം അറിയാം. കർത്താവ് പറഞ്ഞ വാക്കുപോലെ തന്നെ ചൂണ്ടയിട്ടപ്പോൾ ആദ്യം വന്ന മീനിനകത്ത് തനിക്ക് കൊടുക്കേണ്ട ടാക്സ് കൊടുക്കേണ്ട ആ കറക്റ്റ് എമൗണ്ട് ചതുർദ്രഹ്മ പണം ആ മീനിന്റെ വായ്ക്കകത്ത് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഓ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ഹല്ലേലൂയ നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കാം, എഫ്ഫത തുറന്നു വരട്ടെ. നമുക്ക് തുറന്നു വരേണ്ട നന്മകൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓ എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എന്റെ ബിസിനസ് മേഖലയിൽ വേണ്ടിയിട്ടാണോ, എന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ, കുടാരക സന്തരമേ. എന്റെ ഒരു സാക്ഷി ഞാൻ നിങ്ങളോട് പറയാം. പലപ്പോഴും എനിക്കിവിടുന്ന് ഞാൻ ചേർച്ചിൽ പോകുന്നത് കുറച്ച് ദൂരെയാണ്, 2 ബസ് കയറിയാണ് ഞാൻ പോകേണ്ടത്. ഹല്ലേലൂയ. അപ്പം എല്ലാ സാറ്റർഡേയ്സും എനിക്കറിയാം ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ആകുമ്പോൾ കർത്താവ് ഒരു ബിസിനസ് എനിക്ക് കൊണ്ടുവന്നിരിക്കും. അത് ഉറപ്പാണ്. കാര്യം കർത്താവിനറിയാം സൺഡേ എനിക്ക് ആ ഒരു എമൗണ്ട് അത്രയും ആവശ്യമാണ് എനിക്ക് ചർച്ചിൽ പോകാനായിട്ട്. ഹല്ലേലൂയ. അപ്പം കറക്റ്റ് സമയത്ത് ഹല്ലേലൂയ അത് വന്നിരിക്കും. ഞാൻ എന്തായാലും ഇടയ്ക്ക് പറയും, പരിശുദ്ധാത്മാവേ ഓർമ്മയില്ല, സൺഡേ എനിക്ക് പോകേണ്ടതുള്ളതാണ്, അത് കറക്റ്റ് സമയത്ത് എങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറയാ ആ കറക്റ്റ് സമയം എൻ്റെ കരത്തിൽ സ്വർഗത്തിലെ കർത്താവ് ആവശ്യമുള്ള ക്യാഷ് എനിക്ക് തന്നിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ചേർച്ചിൽ ഒരു ടെസ്റ്റിമണി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. വളരെ ഞാൻ പ്രയാസത്തിൽ കുറച്ച് ഒരു ബിസിനസ്സിലൊരു ചെറിയൊരു ഡൾനെസ് വന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാനഡയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരികയും എല്ലാ പ്രോഡക്ട്സും പുള്ളിക്കാരെ ഓൾമോസ്റ്റ് എൻ്റെ പ്രോഡക്ട്സ് എല്ലാം വാങ്ങുകയും ആ ഒരു ഫൈനാൻഷ്യൽ മിറക്കിൾ ഞാൻ പറയും ഞങ്ങളുടെ ചേർച്ച് സ്ഥലത്തിൽ ശുശ്രൂഷയുടെ സമയത്ത് ആ ഒരു പ്രോഫിറ്റിക് റലത്തിൽ
പാസ്റ്റർ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ എന്താ ഉള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ അതെടുത്ത് അത് വിശ്വാസത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ 2 കാർഡ്സ് തന്നെയുള്ള 2 ബാങ്കിന്റെ കാർഡ്സ് അതെടുത്ത് പൊക്കി ആ പ്രോഫറ്റിക് റലത്തിൽ ഞാനത് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ സൺഡേ തന്നെ രാത്രി എനിക്ക് അത്ഭുതം സ്വർഗത്തിലെ കർത്താവ് ചെയ്തു. ദൈവങ്ങളെ, നമ്മുടെ എന്താ പറയുക, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് യെസ് ആൻഡ് ആമേൻ ആണ്. അതിന് വള്ളിക്ക് പുള്ളിക്ക് ഒരു മാറ്റമില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൂതനെ ഇറക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങളുടെ വിശ്വാസം ഞാൻ ഒരു സാക്ഷ്യം കൂടി പറയാം. ഹല്ലേലൂയ. ഒരു ദേവദാസനാണ് വളരെ പ്രതികൂലത്തിൽ പ്രയാസത്തിൽ കാട്ടിൽ അകപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല, കാര്യം ഒത്തിരി സമയം പോകും. ആ ദേവദാസന് ആ കാട്ടിൻ്റെ നടുവിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിച്ചു, നിന്നെ ഞാൻ ഉയർത്താൻ പോവുക, നീ ഭാരപ്പെടരുത്, നീ പേടിക്കരുത്, ഇതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ ശക്തമേറിയ ഒരു ശുശ്രൂഷകനായി മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസൻ വലിയ വലിയ ചേർച്ചസിലേക്ക് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശുശ്രൂഷയിലേക്ക് കയറി. ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരന് ആ പാസ്റ്റിന് US എന്നൊരു ഓഫർ വന്നു അവിടെ പോയി ശുശ്രൂഷിക്കാനായിട്ട്. അപ്പോൾ ഈ ദേവദാസന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഇംഗ്ലീഷൊന്നും നേരെ പറയാൻ അറിയത്തില്ല. അപ്പോൾ ദേവദാസൻ, നമുക്കറിയാമല്ലോ US പോകണമെങ്കിൽ എംബസിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പം അങ്ങനെ വന്നപ്പം ദേവദാസൻ ആ എംബസി ഇൻ്റർവ്യൂ ആ പാനലിനകത്ത് കയറിയപ്പം കൂടെ നിന്ന് ഫ്രണ്ടിലെ 4 പേരെയും റിജക്റ്റ് ചെയ്തു. ആ ഒരു ആഫ്രിക്കക്കാരെയാണ് ഇരുന്ന് അവരോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ദേവദാസൻ അവിടെ ഇരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കൽപ്പിച്ചു. ആ ആഫ്രിക്കൻ ലേഡിയുടെ അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ടി കാര്യം നടത്തി തരട്ടെ എന്നിങ്ങനെ പ്രഖ്യാപിച്ചു. ആ സമയത്ത് ആ ആഫ്രിക്കൻ ലേഡി ഈ ദേവദാസനെ അടുക്ക വിളിച്ചു. എന്നിട്ട് ഈ ദേവദാസൻ വിചാരിച്ചു എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുക. എന്നിട്ട് ഈ ദേവദാസന്റെ ഇന്നസെൻസി കൊണ്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു, അയ്യോ എനിക്ക് ഇംഗ്ലീഷൊന്നും അധികം പറയാൻ അറിയത്തില്ല, ഞാനൊരു മലയാളിയാണ്, ഒരു പാവപ്പെട്ട ഒരു പാസ്റ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ, ആ ദേവദാസന്റെ അടുത്ത് ആ ആഫ്രിക്ക ലേഡി പറഞ്ഞു, നിങ്ങൾ പ്രീച്ച് ചെയ്യാനല്ലേ US പോകുന്നത്, നിങ്ങൾ അമേരിക്കയിൽ പോകുന്നത് വചനം ശുശ്രൂഷിക്കാനല്ലേ, എങ്കിൽ നിങ്ങൾ ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം കാണാതെ പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈ ദേവദാസൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയത്തില്ല, ഞാൻ മലയാളത്തിൽ പറയാമെന്ന് പറഞ്ഞു. ആ ദേവദാസൻ അവിടെ നിന്ന് ദൈവം കൊടുത്ത വാക്യം ഇതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ എന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ആ സ്റ്റാമ്പ് അടിച്ചു. ആ ദേവദാസന് ഹല്ലേലൂയ US പോയി ശുശ്രൂഷിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവങ്ങളെ, പലപ്പോഴും നമ്മൾ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ, ഏത് വാതിലാണെങ്കിലും ഹല്ലേലൂയ, എത്ര അടയ്ക്കപ്പെട്ട വാതിലുകളാണ്. നമ്മള് നമ്മള് പത്രോസിന്റെ ശീലാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ അവരെ അഭിഷേകത്തിൽ ശക്തിയോടെ അവിടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ അവർക്ക് വാതിലുകൾ താനെ തുറന്നു വന്നു. ഹല്ലേലൂയ. അവിടെ ദൂതനിറങ്ങി, അവർ ആ വാതിലുകൾ ഭേദിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ തന്നെ വേറൊരു എക്സാമ്പിൾ ഉള്ളത് നമുക്കറിയാം. ഹല്ലേലൂയ, ശിംശോന്റെ അഭിഷേകം. ഹല്ലേലൂയ. നമുക്കറിയാം, ശിംശോൻ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിശക്തനായ ഹല്ലേലൂയ അഭിഷിക്തനായിരുന്നു. ഹല്ലേലൂയ. ശിംശോനെ ഒരിക്കൽ എന്ത് ചെയ്തു, ഫിലിസ്ത്യരെല്ലാം കൂടി ഇവനെ എങ്ങനെയെങ്കിലും, ഇവന്റെ ഈ ശക്തി എന്താണ്, ഇവന്റെ ശക്തി തകർക്കണം, ഇവനെ ജയിക്കണം നമുക്ക് എന്നുള്ള ആഗ്രഹത്തില് ഈ ശിംശോൻ ഹല്ലേലൂയ ഫിലിസ്ത്യ നാട്ടിൽ ഇവർ അകപ്പെട്ടുപോയി. ശിംശോൻ അകപ്പെട്ടുപോയി. നമുക്കറിയാം, ഒരു വലിയ സിറ്റി കവർ ചെയ്ത് ഒരു മെയിൻ ഡോർ കാണും. ആ ഡോറ് ഫിലിസ്ത്യർ അടച്ച് അതിന്റെ താക്കോൽ എടുത്തിട്ട് അവരങ്ങ് പോയി. അവർ പറഞ്ഞു, ഇനി ഇവരൊന്ന് പുറത്തു വരുന്നത് കാണട്ടെ. ഹല്ലേലൂയ. ശിംശോൻ രാത്രി എന്തുപറ്റി ഉറങ്ങി എഴുന്നേറ്റപ്പോ കാണുന്നത് ഹല്ലേലൂയ, താൻ ശത്രുവിന്റെ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഇങ്ങനെ രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിഷേകത്താൽ നിങ്ങൾ വിളിച്ചു പറയാ, പൂട്ടപ്പെട്ടിരിക്കുന്ന കെട്ടുകൾ അഴിച്ച് ശിംശോൻ പുറത്തു വന്നു. ഹല്ലേലൂയ.
തുറക്കാതെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന, നമ്മൾ ഹല്ലേലൂയ ഡിക്ലെയർ ചെയ്യുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ദേവദാസന്മാർ എപ്പോഴും ഉപദേശിക്കുന്നത്, നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ നമ്മൾ പറയരുത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്, നമ്മൾ നല്ല വാക്കുകൾ യൂസ് ചെയ്യണം. എന്താ പറയാ, മറ്റുള്ളവരെ നമ്മൾ ബ്ലസ് ചെയ്യുന്ന നാവായിരിക്കണം. കാരണം ഈ നാവിന് വളരെ പവറുണ്ട്. നമുക്കറിയാം, വർഷത്തിൽ ജീവനും മരണവും ഈ നാവിലാണ് വെച്ചേക്കണേ. ഹല്ലേലൂയ. ഓ റീകാരവസ്യ. നമ്മുടെ മുന്നിൽ ഏത് മതിലാണോ നിൽക്കുന്നത് അതിനെ നോക്കി നമ്മൾ പറയുക എഫദാ, അത് തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആരോഗ്യ വിഷയങ്ങളാണോ? ഹല്ലേലൂയ. റീകാലവസ്യ. വളരെ നാളുകളായി റീകാലവ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണോ? തലമുറയുടെ വിഷയങ്ങളാണോ? ഹല്ലേലൂയ. റീകാലവ ശന്തരവേ ഓരിദിബിഗ്രേസ്യ. നമുക്ക് പ്രാർത്ഥിക്കേണ്ട സകല മേഖലകളിലുമുള്ള എന്റെ നന്മയുടെ അനുഗ്രഹത്തിന്റെ ആത്മീയ വളർച്ചയുടെ വാതിലുകളോട് ഇന്ന് രാത്രികാല അഭിഷേകത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. യഫദാ. ഹല്ലേലൂയ. അന്യഭാഷയിൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുവാണെങ്കിൽ ദൈവമക്കളെ, നമ്മൾ മറ്റൊരിടത്തും പോണ്ട, നമ്മുടെ നാവ് കൊണ്ട് തന്നെ കർത്താവ് നമ്മുടെ സിറ്റുവേഷൻസിനെ മാറ്റും. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ലൈഫിനെ തിരിക്കാൻ, നമ്മുടെ സിറ്റുവേഷൻസിനെ തിരിക്കാൻ, നമ്മുടെ സർക്കംസ്റ്റൻസിനെ തിരിക്കുവാൻ അഭിഷേകത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വർഷങ്ങളാൽ ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. അത് ഈ ലോകത്തുള്ള ഒരു മനുഷ്യനോ ഒരു ശത്രുവിനോ ഒരു ശക്തിക്കോ അടയ്ക്കുവാൻ കഴിയുകയില്ല. ഓ കർത്താവേ, അങ്ങ് തന്ന വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി എല്ലാവരുടെയും കർത്താവേ, ഏത് മതിലിന്റെ മുന്നെയാണോ അവർ ഭാരപ്പെട്ട് നിൽക്കുന്നത്, ഇന്ന് രാത്രി അത് തുറന്നു വരട്ടെ. അത് തുറന്നു വരട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രു കൊണ്ടുവരുന്ന വാതിലുകൾ അടയപ്പെടട്ടെ. in the mighty name of Jesus Christ. ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്, ധനീഷ് പാസ്റ്ററാണ്. ശക്തിയോടെ വചനം ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനാണ് നമ്മുടെ നടുവിൽ നിന്ന് ശുശ്രൂഷിക്കാൻ വന്നിരിക്കണേ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. May God bless you all.